അങ്ങോട്ട് നോക്കി കുർബാന നടത്തണം, ഇങ്ങോട്ട് നോക്കി കുർബാന നടത്തണം, തർക്കം നടന്നോട്ടെ. അത് സഭയുടെ ബോഡിക്കകത്ത് നടക്കട്ടെ. സഭയുടെ ബോഡിക്കകത്ത് ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ, പിന്നെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ, എന്നിട്ട് ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലെത്തട്ടെ. ഭൂരിപക്ഷ തീരുമാനം എന്താണോ അതിനെ ബാക്കിയുള്ളവരും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് പോട്ടെ. തെരുവിക്കകത്ത് അടി കൂടുക, പള്ളിക്കകത്തിരുന്ന് അടി കൂടുക, പള്ളിക്കകത്തുനിന്ന് തെറി വിളിക്കുക, അവിടെ പിന്നെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നല്ല ഇപ്പം കണ്ടാൽ പറയുന്നത്, അൺപാർലമെന്ററിയാണ് പറയുന്നത് അച്ഛനെ കാണുമ്പോൾ. പിന്നെ പണ്ടത്തെ കാലത്ത് സഭയുടെ രീതി എങ്ങനെയായിരുന്നു? ഇടവകയ്ക്കകത്ത് ഭവന സന്ദർശനം ഉണ്ടാവും. അച്ഛൻ്റെ കന്യാസ്ത്രീകൾ പോയിട്ട് ഭവന സന്ദർശനം നടത്തും. ഇപ്പം നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റിയിട്ടുള്ള അപജയം പോലെ തന്നെയാണ് സഭയ്ക്ക് പറ്റിയിട്ടുള്ള അപജയം. ജനങ്ങളുമായിട്ട് ബന്ധമില്ല, വീടുകളുമായിട്ട് ബന്ധമില്ല, പട്ടിണി കിടക്കുന്നവർ എത്ര പേരെ ഇടവകയുടെ കീഴിലുണ്ടെന്ന് അറിയത്തില്ല. ഈ രീതിയിലേക്കുള്ള ജനകീയ ബന്ധത്തിലേക്ക് പോകുന്നില്ല. സുവിശേഷം അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് ആത്മീയ വ്യാപാരത്തിലേക്ക് പോവുകയും ബാക്കിയുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം പിന്നെ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊളിറ്റിക്സിൽ താല്പര്യം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് ചർച്ച് എന്ന് പറയുന്നതിനകത്ത് ആ ഒരു സിസ്റ്റത്തിനകത്ത് അവർക്ക് പിന്നെ താല്പര്യം